കോൺഗ്രസ് ഈ തിരഞ്ഞെടുപ്പിൽ എന്താണ് ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു പാഠം, ഒരു ഒരു കൈപ്പുസ്തകം, ഒരു ഹാൻഡ് ബുക്ക് അങ്ങ് ഗുജറാത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. സൂറത്തിൽ നിന്ന്. ഗുജറാത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒന്നാണ് സൂറത്ത്. ആ സൂറത്തിൽ BJP ആദ്യ MP വിജയിപ്പിച്ചിരിക്കുന്നു. എങ്ങനെ വിജയിപ്പിച്ചിരിക്കുന്നു? കാശ്. ആ കാശിന് വീണതാരാണ്? കോൺഗ്രസ് വീണു, BSP വീണു, സ്വതന്ത്രന്മാരായിട്ട് പത്രിക കൊടുത്തവരും വീണു, എല്ലാവരും വീണു. ഇതാണ് BJP കളിക്കുന്ന കളി. മണി പവർ. ആ മണി പവറിന് മുമ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പോലും വീണുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തുകളി എന്ന് പറയില്ലേ. കോൺഗ്രസ് ഹൈക്കമാൻഡ് അവിടെ ഒരു നോക്കുകുത്തിയായിട്ട് അവിടെ ഇരിപ്പുണ്ട്. പിന്നെ നാടുനീളെ ഒരു രാഹുൽ ഗാന്ധി നടപ്പുണ്ട്. സൂറത്തിൽ സംഭവിച്ചത് മറ്റെങ്ങും ആവർത്തിക്കാതിരിക്കാൻ ഒരു ജാഗ്രത കോൺഗ്രസ് നേതൃത്വം കാണിക്കുമോ എന്നാണ് ഞങ്ങളുടെ ചോദ്യം. എന്താണ് സൂറത്തിൽ സംഭവിച്ചത്? എന്തൊത്തുകളിയാണ് നടന്നത്? കോൺഗ്രസ് നേതാക്കളും BJPയും കൂടെ ചേർന്നിട്ട് പത്രികയിൽ വ്യാജ പത്രിക കൊടുക്കാതെ തള്ളിപ്പോവുക, എന്നിട്ട് സ്വതന്ത്രരെ പിൻവലിപ്പിക്കുക, അവർക്ക് കാശ് കൊടുത്തവർ പിൻവലിക്കുക. ആര് കാശ് കൊടുക്കുന്നു? BJP. ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് 8000 കോടി കിട്ടിയിട്ടുണ്ടല്ലോ. പിന്നെ വാരി എറിയാൻ, കോടികൾ എറിയാൻ പിന്നെ എന്ത് ബുദ്ധിമുട്ടാണ് BJPക്ക്? ഒരു സ്വതന്ത്രനെയോ ഒരു കോൺഗ്രസ്സുകാരനെയോ ഒക്കെ വിലക്കെടുക്കാൻ അവർക്ക് എന്ത് ബുദ്ധിമുട്ട്? കാശിന്റെ മോഹവലയത്തിൽ വീഴാത്ത എത്ര കോൺഗ്രസ്സുകാരുണ്ട്, എത്ര സ്വതന്ത്ര സ്ഥാനാർത്ഥികളുണ്ട്? സൂറത്തിൽ സംഭവിച്ചത് ഒരു ചൂണ്ടുവലകയാണ് ഇന്ത്യ സഖ്യത്തെ നയിക്കുന്ന ഇതുപോലെ നട്ടലില്ലാത്ത ഒരു പാർട്ടി ആയി പോയല്ലോ, കോൺഗ്രസ് ആയി പോയല്ലോ എന്നും ഓരോ ദിവസവും ഓരോ സംഭവങ്ങളും തെളിയിക്കുന്നതാണ് ഏറ്റവും ഒടുവിലത്തെ ഗുജറാത്തിലെ സൂറത്ത് എപ്പിസോഡ്. അതിലേക്ക് വരിക. കഥാപാത്രങ്ങൾ, തിരക്കഥയൊക്കെ വളരെ ഭദ്രമായിരുന്നു. ഒരു സിനിമയെ വെല്ലുന്ന തിരക്കഥയാണിത്. അതിലെ കഥാപാത്രങ്ങൾ, തിരക്കഥയിലെ കഥാപാത്രങ്ങൾ. പാർലമെന്റ് സീറ്റ് സൂറത്ത് ഇൻ ഗുജറാത്ത്. വിജയിച്ചത് മുകേഷ് കുമാർ ദലാൽ, BJP സ്ഥാനാർത്ഥി. മത്സരം പോലും ഇല്ല, വോട്ട് പോലും ചോദിക്കാതെ ഒരാൾ MP ആകുക ലോക്സഭയിലേക്ക്. ചരിത്ര സംഭവമാണ്, ആലോചിക്കണം. കഥാപാത്രം 1 വിജയിച്ച BJP സ്ഥാനാർത്ഥി മുകേഷ് കുമാർ ദലാൽ. കഥാപാത്രം 2 വില്ലൻ, മറ്റേ നായകൻ, ജയിച്ചാൽ നായകൻ. വില്ലൻ നിലേഷ് കുംഭാനി, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി, ഔദ്യോഗിക സ്ഥാനാർത്ഥി, പത്രിക കൊടുത്താണ്. ഈ പാർട്ടി സ്ഥാനാർത്ഥികൾ പത്രിക കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഡെമ്മി കൊടുക്കും. 1-2 ഡെമ്മി സ്ഥാനാർത്ഥികൾ കൊടുക്കും. എന്ന് വെച്ചാൽ ഏതെങ്കിലും സാങ്കേതിക വിഷയം ചൂണ്ടിക്കാണിച്ചിട്ട്, നിയമപരമായ പ്രശ്നം കാണിച്ചിട്ട് ഒഫീഷ്യൽ കാൻഡിഡേറ്റിന്റെ പത്രിക തള്ളിപ്പോയാൽ പകരം പാർട്ടിക്കാരുടെ തന്നെ ഒരു ഡെമ്മി അവിടെ ഒഫീഷ്യൽ കാൻഡിഡേറ്റായിട്ട് മത്സരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഒഫീഷ്യൽ കാൻഡിഡേറ്റിലൂടെ 1-2 ഡെമ്മി കാൻഡിഡേറ്റ്സിന്റെ തന്നെ പത്രിക കൊടുക്കുന്നത്. ഈ പത്രിക ഡെമ്മികളുടെ ആ പിൻവലിക്കുന്ന തീയതിക്ക് മുന്നായിട്ട് തന്നെ പിൻവലിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ അവരുടെ പേരും വോട്ടർ പട്ടികയിൽ വരും. അത് പ്രശ്നമാണ്. അപ്പൊ അങ്ങനെ ഇത്തരം രാഷ്ട്രീയ നീക്കങ്ങൾ, നോമിനേഷൻ കൊടുക്കുന്നതിൽ പ്രധാന പാർട്ടികൾ എപ്പോഴും അതീവ ജാഗ്രത പുലർത്തും. യഥാർത്ഥ കാൻഡിഡേറ്റിന്റെ ഡേറ്റ എല്ലാം കറക്റ്റാണോ, നിർദ്ദേശകരുടെ ഒപ്പെല്ലാം ശരിയാണോ, അതേപോലെ ഡമ്മിയും കൃത്യമായിട്ട് പരിശോധിച്ചിട്ടാണ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ നോമിനേഷൻ കൊടുക്കുക, തള്ളിപ്പോകാതിരിക്കാൻ വേണ്ടി. അങ്ങനെ തള്ളുന്ന സാധ്യത വളരെ വിരളമാണ്. പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇന്ത്യ 70 കൊല്ലത്തോളം ഇന്ത്യ ഇത്രയും വർഷം ഭരിച്ചൊരു പാർട്ടി, അതിൻ്റെ സ്ഥാനാർത്ഥിയും കൂടെയുള്ള നേതാക്കളും കാട്ടിക്കൂട്ടിയ ഈ കോപ്രായല്ല, കരുതിക്കുട്ടി BJPക്ക് ഒരു സീറ്റ് താലത്തിൽ വെച്ച് അങ്ങോട്ട് കൊടുത്തത് നാണമില്ല ഈ കോൺഗ്രസിന് എന്നേ പറയാനാവും. എന്താണ് പിന്നീട് സംഭവിച്ചത്? നിലേഷ് കുംഭാനി കോൺഗ്രസ് പത്രിക തള്ളി, ഡമ്മിയുടെ പത്രിക അതിനേക്കാൾ വേഗത്തിൽ തള്ളി. നിർദ്ദേശകരെല്ലാവരും ഒപ്പിട്ടിരിക്കുന്ന വ്യാജ ഒപ്പാണ്. അവിടെ വരണാധികാരി ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ഒരു അവസരം കൊടുത്തു, ഒരു ദിവസം 24 hours നിങ്ങളുടെ നിർദ്ദേശകരിൽ ആരെങ്കിലും ഒരാളെങ്കിലും കൊണ്ടുപോവാ, ഒറിജിനൽ ഇതാണെന്ന് തെളിയിക്കുക. എവിടെ? വീണ്ടും വരണാധികാരി ചോദിച്ചു, തള്ളുന്നതിന് മുമ്പ് 24 മണിക്കൂർ സമയം കൊടുത്തു അദ്ദേഹത്തിന്റെ അധികാരം ഉപയോഗിച്ചിട്ട്. അപ്പൊ കോൺഗ്രസ് നേതാവ് കരഞ്ഞു, സ്ഥാനാർത്ഥി. അവര് മുങ്ങി, അവരെ കാണാനില്ല, ഞാൻ എന്ത് ചെയ്യാൻ? കോടികൾ വാങ്ങി പോക്കറ്റ് ഇട്ടിട്ട് വർത്താനം പറയുകയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി സൂറത്തില്, ഗുജറാത്തില്.
ഇത് വേറെ എങ്ങും ആവർത്തിക്കാതിരിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് നടപടികൾ സ്വീകരിക്കുക. അതാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക്, ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അറിയേണ്ടത്. ഇനി BSP സ്ഥാനാർത്ഥിയുടെ കാര്യമാണ് അതിനേക്കാൾ കഷ്ടം. മൂപ്പര് പത്രിക പിൻവലിച്ചു. മായാവതിയുടെ BSP സ്ഥാനാർത്ഥി പത്രിക ഇത് ഈ സമയത്തിന് മുമ്പ് പിൻവലിച്ചിട്ട് കാശ് വാങ്ങിച്ചു പോയി. സ്വതന്ത്രരും മുഴുവൻ 7 പേരുണ്ടായിരുന്നു, മുഴുവനും പിൻവലിച്ചു. മുഴുവൻ പേരും. അവർക്കും കിട്ടിക്കാണും തൊട്ട്. എത്ര തൊട്ട് കൊടുത്തു എന്ന് BJPയും കിട്ടിയവരും പറയത്തില്ലല്ലോ. കോൺഗ്രസിന് എത്ര കിട്ടി, പിന്നെ ഡെമ്മിക്ക് എത്ര കിട്ടി, BSPക്ക് എത്ര കിട്ടി, സ്വതന്ത്രർക്ക് എത്ര കിട്ടി പിന്മാറാൻ? കോടികളുടെ ഇടപാടാണ്. സ്വസ്ഥം സുഖം ഭരണാധികാരി പ്രഖ്യാപിച്ചു. BJPയുടെ മുകേഷ് കുമാർ ദലാൽ വിജയിച്ചിരിക്കുന്നു. സർട്ടിഫിക്കറ്റ് അച്ചടിച്ച് ഒപ്പിട്ട് കൊടുത്തു. യു ആർ MP. ഇതെല്ലാം കഴിഞ്ഞിട്ട് കോൺഗ്രസിന്റെ ദില്ലിയിൽ നിന്നൊരു ഒരു മഹാ നേതാവ് പ്രതികരിച്ചിട്ടുണ്ട്. ഞങ്ങള് ഈ തീരുമാനത്തിനെതിരെ സുപ്രീം കോടതിയിൽ പോകും. കോടതിയിൽ പോയിട്ട് എന്തോന്ന്, ഒരു നോമിനേഷൻ കൊടുത്തിട്ട് അത് തള്ളിപ്പോയിട്ട് ആ ഭരണാധികാരി ആ തീരുമാനം എടുത്തിട്ട് ഇപ്പൊ പറയുക ഞങ്ങൾ കോടതിയിൽ പോകും. പോയിട്ട് വാ, കോടതിയിൽ പോയിട്ട് വാ. നിങ്ങളാണ് ഈ രാജ്യത്തെ പ്രതിപക്ഷ സഖ്യത്തെ ഇന്ത്യ മുന്നണിയെ നയിക്കുന്നത്. ലജ്ജ തോന്നുന്നത് ഇതുകൊണ്ടാണ്. ഗുജറാത്തിൽ ഈ നടന്നത്, സൂറത്തിൽ നടന്നത്, ദയവ് ചെയ്ത് ഇനി എങ്ങും ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കാൻ ഈ നിങ്ങളുടെ പാർട്ടിക്ക്, കോൺഗ്രസ് ഹൈക്കമാൻഡിന്, ആലപ്പുഴയിൽ വന്ന് നിൽക്കുന്നുണ്ടല്ലോ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, അദ്ദേഹത്തിന് ഉത്തരവാദിത്തമില്ലേ? ഖാർഗെ നാളെ കേരളത്തിൽ വരുന്നു എന്ന് അറിയുന്നത്, ഖാർഗെക്ക് ഉത്തരവാദിത്തമില്ലേ? ദേശീയ പ്രസിഡന്റ് രാഹുൽ ഗാന്ധിക്ക് ഉത്തരവാദിത്തമില്ലേ? ഇതുവരെ ആരും കമാന്നൊരു അക്ഷരം മിണ്ടാത്ത എന്താണ്? ഇത്രയും നാണം കെട്ട രാഷ്ട്രീയം നിങ്ങളുടെ ഗുജറാത്തിലെ നേതാക്കൾ കളിച്ചിട്ട്, സൂറത്തിലെ കോൺഗ്രസ്സുകാർ ഇത്രയും നാണം കെട്ട നാടകം കളിച്ച് കാശ് വാങ്ങി പോക്കറ്റിലിട്ടിട്ട് നിങ്ങൾക്ക് ഒരു നടപടിയും നിങ്ങൾക്ക് എടുക്കാനില്ലേ? കോൺഗ്രസ് നിങ്ങളാണോ ഈ രാജ്യത്തെ പ്രതിപക്ഷത്തെ നയിച്ചിട്ട് ഈ നരേന്ദ്രമോദി സർക്കാരിന്റെ പുറത്താക്കാനുള്ളത്? കാണാനില്ല, മുങ്ങി, എല്ലാവരും മുങ്ങി. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതിനകത്തൊരു കാര്യമുണ്ട്. അതായത് ഈ അടവെച്ച് മുട്ട വിരിയിച്ചിട്ട് കോഴിക്കുഞ്ഞുങ്ങളെ കൊടുക്കുന്നതിനേക്കാൾ എളുപ്പ പണിയാണ് മുട്ട നേരെ അങ്ങ് കൊടുക്കുക എന്നൊരു പ്രയോഗമുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പൊ സൂറത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുടെ പത്രിക സ്വീകരിച്ചു എന്നിരിക്കട്ടെ, സപ്പോസ് സ്വീകരിച്ചാൽ ഈ പത്രിക സ്വീകരിച്ചതുകൊണ്ട് മത്സരിക്കണമല്ലോ. അതിന്റെ ചെലവ്, കാശില്ല. അക്കൗണ്ടെല്ലാം BJP ഗവൺമെന്റ് മരവിപ്പിച്ചു, മോദി സർക്കാർ. കാശില്ല, ഇരന്ന് പിരിക്കണം, അതിന്റെ പെടാപ്പാട്. ഇനി ഇരന്നെല്ലാം പിരിച്ച് ഗുണിച്ച് ഹരിച്ച് ശരിവെച്ച് എങ്ങനെയെങ്കിലും ഇങ്ങനെ അങ്ങ് ജയിച്ചു പോയാല്, ഈ പറയുന്ന ഈ നിലേഷ് കുംഭാനി അങ്ങ് ജയിച്ചു പോയാല് പിന്നെ അതിനേക്കാൾ പണിയാണ്. അയാൾ കാശ് ബാക്കി അയാൾ BJPയിലേക്ക് പോകും. അതിലും ഭേദം വിരിയിച്ച് കുംഭാനിയെ കുംഭത്തിലാക്കി അങ്ങ് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഈ മുട്ട നേരെ അങ്ങ് BJPക്ക് അങ്ങ് കൈമാറിയ പോലെ. ഇതാണ് ഇപ്പൊ സൂറത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന സംഭവം. ഇത് ആദ്യമല്ല, ഇതിന് തൊട്ടുമുമ്പ് ഇത് അരുണാചൽ പ്രദേശിൽ നടന്നു കഴിഞ്ഞ് അവിടെ 10 മുട്ട ഇങ്ങനെ കൈമാറിയിട്ടുണ്ട് കോൺഗ്രസ്. 10 MLA-മാര്, BJP MLA-മാര് എതിരില്ലാതെ അരുണാചൽ പ്രദേശിൽ ഇപ്പൊ ജയിച്ചു കഴിഞ്ഞു. അതായത് ലോക്സഭാ ഇലക്ഷനൊപ്പം നിയമസഭാ ഇലക്ഷൻ നടക്കുന്ന ഒരു സ്റ്റേറ്റ് കൂടിയാണ് അരുണാചൽ പ്രദേശ്. അവിടെയുള്ള ആകെ സീറ്റിൽ 10 സീറ്റിൽ ഇപ്പൊ തന്നെ BJP ജയിച്ചു കഴിഞ്ഞു. എന്താ ഈ മുട്ട നാടകം, മുട്ട കൈമാറൽ ഇപ്പൊ സൂറത്തിൽ സംഭവിച്ചതുപോലെ 10 സീറ്റുകളിലെ പത്രിക തള്ളിപ്പോയി. അതിൽ ചില സീറ്റുകളിൽ മത്സരിക്കാൻ ആളുണ്ടായില്ല, കോൺഗ്രസിന് സ്ഥാനാർത്ഥിയില്ല. പ്രധാന പ്രതിപക്ഷ പാർട്ടിയുടെ കാര്യം പറയുന്നത് അരുണാചൽ പ്രദേശിലെ മത്സരിക്കാൻ സ്ഥാനാർത്ഥിയില്ല. പിന്നെ മത്സരിക്കാൻ വന്നവനെയൊക്കെ അവർ വിരട്ടി ഓടിച്ചു, BJP വിരട്ടി ഓടിച്ചു. ഈ വഴിക്ക് വന്നേക്കരുത്. അങ്ങനെ ഓൾറെഡി 10 സീറ്റിൽ BJP അരുണാചൽ പ്രദേശിൽ ജയിച്ചു കഴിഞ്ഞു അസംബ്ലിയിലേക്ക്. ഇനി ബാക്കി കാര്യം നോക്കിയാൽ ഇനി കോൺഗ്രസിന്റെ ഏതെങ്കിലും കുറ്റിച്ചൊല്ലി ജയിച്ചാൽ അവരോട് ഇവന്റെ ഈ പ്ലാവിനെ കാട്ടി ആടിനെ നമ്മൾ വിളിച്ചുകൊണ്ട് പോകുന്നില്ല എന്ന് പറഞ്ഞ പോലെ കാശ്ശേര തീർന്നു. അരുണാചൽ പ്രദേശിലെ കോൺഗ്രസ് ഇത്രയേ ഉള്ളൂ. അതേ കോൺഗ്രസ് ആണ് ഇപ്പൊ ഗുജറാത്തിലെ സൂറത്തിൽ കണ്ടത്. ഇതേ കോൺഗ്രസിനെയാണ് രാഹുൽ ഗാന്ധി നയിക്കുന്നത്. ലോക്സഭ ഇലക്ഷൻ ജയിച്ചു വന്നിട്ട് പ്രധാനമന്ത്രിയാകാൻ വേണ്ടി. എവിടെ എത്തുന്നു കണ്ടുകൊള്ളുക നിങ്ങൾ.